നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ഉമ തോമസിനെതിരെ സൈബർ ആക്രമണം, പിന്നിൽ ഷാഫി പറമ്പിലെന്ന് ഡിവൈഎഫ്ഐ. കൊച്ചി. MLA സ്ഥാനം രാജിവെക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തൃക്കാക്കര MLA ഉമ തോമസിനു നേരെ രൂക്ഷമായ സൈബർ ആക്രമണം. ഉമ തോമസിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് സമൂഹമാധ്യമങ്ങളിൽ വരുന്നത്. ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ ഷാഫി പറമ്പിൽ MP ആണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ആരോപിച്ചു. ഇതിനെതിരെ ഡിവൈഎഫ്ഐ ഉമ തോമസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജനാധിപത്യ രാജ്യമായതിനാൽ എല്ലാവർക്കും പ്രതികരിക്കാൻ അവകാശമുണ്ടെന്നാണ് ഉമ തോമസ് പ്രതികരിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാർക്ക് ഫോണും ബീഡിയും എറിഞ്ഞു നൽകാൻ ശ്രമം, ഒരാൾ പിടിയിൽ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാർക്ക് മൊബൈൽ ഫോണും പുകയില ഉൽപ്പന്നങ്ങളും എറിഞ്ഞു നൽകാൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ. പനങ്കാവ് സ്വദേശി K അക്ഷയാണ് ജയിൽ വാർഡന്മാരുടെ പിടിയിലായത്. ഞായറാഴ്ച വൈകുന്നേരം 3 മണിയോടെ ജയിലിൻ്റെ മതിലിലേക്ക് മൊബൈൽ എറിഞ്ഞു നൽകാൻ നിൽക്കുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. അക്ഷയിനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 പേർ ഓടി രക്ഷപ്പെട്ടു. കണ്ണൂർ ടൗൺ പോലീസ് ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി റിപ്പോർട്ട്. യുവനടി ഉൾപ്പെടെയുള്ളവരുടെ വെളിപ്പെടുത്തലുകളും ഗർഭഛിദ്രം നടത്താൻ യുവതിയോട് ആവശ്യപ്പെടുന്ന ശബ്ദരേഖ പ്രചരിച്ചതും ഉൾപ്പെടെയുള്ള നിരവധി പരാതികളെ തുടർന്നാണ് ഈ നടപടി. MLA സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടിയിൽ നിന്ന് ആവശ്യമുതിർന്നെങ്കിലും തൽക്കാലം പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. തെലങ്കാനയിലെ ഹൈദരാബാദിൽ ഗർഭിണിയായ ഭാര്യയെ കൊലപ്പെടുത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാമറെഡ്ഡിഗുഡ സ്വദേശിനിയായ 21-കാരി സ്വാതിയാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹം കഷ്ണങ്ങളാക്കി മുസി നദിയിൽ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മഹേന്ദർ റെഡ്ഡി എന്നയാളെ പോലീസ് പിടികൂടുന്നത്. കൊലപാതകത്തിന് ശേഷം മഹേന്ദർ സഹോദരിയെ വിളിച്ച് ഭാര്യയെ കാണാനില്ലെന്ന് അറിയിച്ചു. സംശയം തോന്നിയ സഹോദരി പോലീസ് പരാതിപ്പെടുകയായിരുന്നു. പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. യുവതിയുടെ തല, കൈകൾ, കാലുകൾ എന്നിവ മുസി നദിയിൽ ഉപേക്ഷിച്ചതായും ശരീരത്തിൻ്റെ ഉൾഭാഗം വീട്ടിൽ ഒളിപ്പിച്ചതായും പോലീസ് കണ്ടെത്തി. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.